മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 28-29 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം, ആമേൻ, മാർക്കോസ്, ലൂക്കോസ്, ഈ 3 അധ്യായങ്ങളിലും ആമേൻ ഈ സ്തോത്രം ഭൂതഗ്രസ്തരെ കുറിച്ച് ആമേൻ പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഭാഗത്തു നിന്നും കൂടെ ഒരുമിച്ച് നമ്മൾ ആമേൻ ചിന്തിക്കാൻ ആമേൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇന്ന് പകൽ ആമേൻ എനിക്കറിയാം, ഹല്ലേലൂയ, ഈ അന്തരീക്ഷം മാറി നിൽക്കുന്നത് എനിക്കറിയാം. ഇന്ന് പകൽ നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടേ പോകാവൂ. ഹല്ലേലൂയ. വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവൻ അക്കരെ ഗദരരുടെ ദേശത്ത് എത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് ആമേൻ അവന് എതിരെ വന്നു. അവർ അത്യുഗ്രന്മാർ ആയിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി ആർക്കും നടക്കാൻ പറ്റിയില്ല. ഇവരെ കുറിച്ച് പറയുന്നത് ഇവർ അത്യുഗ്രന്മാരായിരുന്നു. അടുത്ത വചനം പറഞ്ഞു, അവർ നിലവിളിച്ച്, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? സമയത്തിനു മുമ്പേ പിശാച് ചോദിക്കുക, സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ വന്നു. ഈ മനുഷ്യരെ കുറിച്ച് പറയുന്നത് ഇവര് അത്യുഗ്രന്മാരായിരുന്നു. അതിൻ്റെ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ അത്രയേ അവരായിരുന്നത്. ഈ മനുഷ്യരെ ആർക്കും അടക്കാൻ കഴിയത്തില്ല. ഇവർ അത്യുഗ്രന്മാരായിരുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ആരാ ഈ അത്യുഗ്രന്മാർ? ഈ മനുഷ്യരാണോ? ഈ മനുഷ്യൻ വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. പക്ഷെ പിശാച് അവൻ്റെ മേൽ കയറിയപ്പോൾ ഇവൻ ആരായി മാറി? സ്തോത്രം. ഈ മനുഷ്യൻ്റെ മേൽ നിന്ന് ഭൂതം വിട്ടുപോയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? അവൻ വസ്ത്രം ധരിച്ചു, സുബോധം പൂണ്ടു, യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട്, ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, ആമേൻ, യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ആമേൻ, നിന്നോട് കൂടെ ഇരിക്കാൻ എനിക്ക് അനുവാദം തരണം. അപ്പോൾ ഈ മനുഷ്യൻ കണ്ടോ, സാധുവായ മനുഷ്യനാ. ഭൂതം പോയപ്പോൾ അവൻ ചോദിക്കാണ്, കർത്താവേ, നിന്നോട് കൂടെ. അപ്പൊ ഭൂതം ഉണ്ടെങ്കിൽ ദൈവത്തോടു കൂടെ. സ്തോത്രം. ഭൂതം പോയപ്പോൾ പറയാ, കർത്താവേ, നിന്റെ കൂടെ ഇരിക്കണം, എനിക്ക് അനുവാദം തരണം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഈ മനുഷ്യൻ ബഹുകാലമായി വസ്ത്രം ധരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗം അറിയാം. യേശു കർത്താവ് അവനോട് ചോദിക്കാൻ, നീ ആരാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുക, ഞാൻ ലക്യോനാ എന്ന് പറഞ്ഞാൽ 6000 ഭൂതങ്ങൾ ഈ മനുഷ്യൻ്റെ ശരീരത്തിലിരിക്കുക. അപ്പോൾ ഈ 6000 ഭൂതം ഇരിക്കുമ്പോൾ ഓരോ സമയം ഓരോ ഭൂതമാണ് ഇവനിൽ എന്ത് ചെയ്യുന്നേ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെളിപ്പെടത്തില്ല. ഇത് ആമേൻ അതാത് സമയങ്ങളിൽ ഓരോന്നായിട്ട് വെളിപ്പെടും. ഒരെണ്ണം വെളിപ്പെട്ടപ്പോൾ ആമേൻ വചനം പറഞ്ഞു, അവൻ ബഹുകാലമായി ഈ ഭൂതത്തിന്, സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ഈ പിശാചിന്റെ വ്യാപാരം കൂടുതലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ വസ്ത്രം കുറഞ്ഞു വരുമ്പോൾ ഓർത്തോണം, ആമേൻ, വേറൊരുവൻ എന്ത് ചെയ്താ. എന്തായാലും മലയാള സർവീസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം പോലും അക്കാര്യങ്ങൾ പറയാതെ വണ്ണം ദൈവത്തിൻ്റെ ഭയങ്കര കരുണ നമ്മുടെ മേലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല ചിലതെല്ലാം ഉടഞ്ഞു മാറാൻ പോവുകയാണ്. ചില അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങൾ തകരാൻ പോവുക. കണ്ടോ, ചില ആമൻ വ്യാപാരം ഈ മനുഷ്യനിൽ വ്യാപരിക്കുമ്പോൾ, ആമൻ, സ്തോത്രം, അവൻ വസ്ത്രം ധരിക്കാതെ, അവൻ ബഹുകാലമായി അവൻ വസ്ത്രം ധരിക്കാതെയും, അടുത്ത് പറഞ്ഞു വീട്ടിൽ പാർക്കാതെ. അപ്പൊ ഈ 6000-ൽ ഒരു കൂട്ടം പേര് കയറുമ്പോൾ പിന്നെ വീട്ടിൽ എന്ത് ചെയ്യത്തില്ല.
ചെറിയൊരു പിണക്കം വന്നാൽ മതി, ഇറങ്ങി. ഹല്ലേലൂയ. ചിലർക്ക് വീട്ടിലിരിക്കാൻ പറ്റിയല്ല. ഈ പിശാച് കയറിയിട്ട് ഇവൻ എന്ത് ചെയ്യുക? ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ആമേൻ, വീട്ടിൽ പാർക്കാതെയും ഇവൻ ശവക്കല്ലറകളിൽ അവനായിരുന്നു. അടുത്ത് പറയുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ആണോ, ഇവനെ ആർക്കും അടക്കാൻ, ഇതാർക്കും അടങ്ങുകയില്ല. ആർക്കും അടങ്ങാതിരിക്കുമ്പോൾ ഓർത്തോണം, ഇത് പരിശുദ്ധാത്മാവല്ല, ഇത് പ്രാർത്ഥിച്ചാൽ മതി, അതങ്ങ് പൊക്കോളും. ഇതിനെ എതിർക്കാൻ പോകണ്ടെന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്ന അത് ഇതെല്ലാം ഇറങ്ങി പൊക്കോളും. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇവനെ ആർക്കും അടക്കാൻ പറ്റുകയില്ല. അവൻ നാട്ടുകാർ മുഴുവനും ചങ്ങലയും വിലങ്ങും കൊണ്ടുവന്ന് ഇവന്റെ കൈമേലിടും, കാലിലിടും. പക്ഷെ ഇവന്റെ മേൽ ഈ ആത്മാവ് വരുമ്പോൾ ഇതെല്ലാം ഇവൻ വലിച്ചു പൊട്ടിക്കും. ഇന്ന് പകൽ ചില ചങ്ങലകളെ ദൈവം അഴിച്ചു മാറ്റാൻ പോവാം. അവൻ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകം, അവൻ ചങ്ങല ഈടുന്നവനല്ല, അവൻ ചങ്ങല അഴിക്കുന്നവനത്രേ. ദേശക്കാരും മുഴുവനും അവന്റെ കയ്യിൽ ചങ്ങല ഇട്ടപ്പോൾ അവൻ സ്വർഗത്തിലെ അപ്പൻ വന്നിട്ട് ചങ്ങല ഇടുകയല്ല, ചങ്ങല അഴിക്കുകയത്ര. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ഒരുവനെ അടക്കാൻ അവന്റെ മേൽ ചങ്ങല ഇടുകയല്ല, അവന്റെ ചങ്ങല എന്നേക്കുമായി എന്റെ ദൈവം അഴിച്ചു മാറ്റുകയാ. ഇന്ന് പകൽക്കാലം ചില ചങ്ങലകൾ എന്നേക്കുമായി എന്റെ കർത്താവ് ചില കുടുംബങ്ങൾക്കകത്തു നിന്ന് ചില ചങ്ങലകളെ ദൈവം അഴിക്കാൻ പോവുകയാ. ഇന്ന് പകൽക്കാലം നാളുകൾ കൊണ്ട് നിന്റെ ജീവിതത്തിലിട്ട എല്ലാ നുകത്തിന്റെ അമികയറുകളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറുകയാ. അവൻ ചങ്ങല വലിച്ചു പൊട്ടിക്കും അവൻ. ഹല്ലേലൂയ. അവൻ്റെ അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെ, പലപ്പോഴും അവൻ വിലങ്ങും ചങ്ങല കൊണ്ടും ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു, വിലങ്ങ് ഉരുമി ആമേൻ സ്തോത്രം ഹല്ലേലൂയ പൊട്ടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത് പറഞ്ഞ, അവൻ രാവും പകലും കല്ലറകളിൽ മലകളിലും ഇടവിടാതെ നിലവിളിച്ചു. ഇടവിടാതെ ഇവൻ എന്ത് ചെയ്യുക? ഇടവിടാതെ നിലവിളിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം ഇടവിടാതെ വണ്ണം ആമേൻ സ്തോത്രം ജീവിതത്തിനകത്ത് മുറിവുകൾ വരുത്തി, ആമേൻ സ്തോത്രം മുറിവുകൾ വരുത്തി, വേദനകൾ വരുത്തി, കഷ്ടം വരുത്തി, നഷ്ടം വരുത്തി നിലവിളിപ്പിക്കുന്ന ആമേൻ ചില അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം അത് ഇറങ്ങി പോകാൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, ഇത് നിനക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാ. ഇന്ന് പകൽക്കാലം നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ നിലവിളിപ്പിക്കുന്ന, നിന്നെ സങ്കടപ്പെടുത്തുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ആമേൻ നിന്റെ കുടുംബത്തിനകത്ത് മറഞ്ഞു നിന്ന് പോരാടുന്ന ചില ഇരുട്ടിന്റെ മേഖലകളെ ഇന്ന് പകൽക്കാലം സ്വർഗം പൊട്ടിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇവരങ്ങ് നിലവിളിപ്പിക്കുക. അടുത്ത് പറയുക, ആമേൻ, കല്ലുകൊണ്ടവൻ ചതയ്ക്കും എന്ന് പറഞ്ഞാൽ സ്വയം മുറിവേൽപ്പിക്കുക. ഇന്ന് പകൽ എവിടേക്കോ ദൈവത്തിന്റെ വിടുതലുകൾ വെളിപ്പെടുകയാണ്. ഓ ജീസസ് നെയിം. ഹല്ലേലൂയ. സ്വയം മുറിവേൽപ്പിക്കുക. ഇതിലെ ഒരു കൂട്ടം പിശാച് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വയം മുറിവേൽപ്പിക്കും, സ്വയം മുറിവേൽപ്പിക്കും, സ്വയം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദണ്ഡിപ്പിക്കുക. ആമേൻ. അത് ഹോളി സ്പിരിറ്റ് അല്ല, അത് വേറെ സ്പിരിറ്റാ. ചിലർക്ക് ദേഷ്യം വന്നാൽ സ്വയം എന്ത് ചെയ്യും? സ്വയം സ്തോത്രം സ്വയം ഒരു 5-8 അടി കുറച്ച് കഴിയുമ്പോഴാണ് പിശാച് പോവുകയും ചെയ്യും. ആമേൻ. പിന്നെ അച്ചാനെ കൊണ്ട് വാറ്റ് മേടിച്ച് കുടിക്കേണ്ടി വരും. ഈ പിശാച് തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം എവിടെ നിന്നൊക്കെ ആ സ്പിരിറ്റ് ഇന്ന് പകൽക്കാലം വീട്ടിൽ പോകാൻ പോകുക. ഇനി തൊടാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ഒരു കുടുംബത്തെ തൊടാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. ഓൺലൈനിലൂടെ കാണുന്ന ആമേൻ ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാ.
ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ ദണ്ഡിപ്പിക്കുന്ന, നിന്റെ കുടുംബത്തിനകത്ത് ദണ്ഡനമിടുന്ന ദുരാത്മ മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം എന്റെ യേശു കർത്താവ് അവൻ ഇന്ന് പകൽക്കാലം അതിനെ തകർക്കുകയാ. അതിന്റെ നുകങ്ങളെ അവൻ ദൈവം പൊട്ടിക്കുകയാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ. ഓ, ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഇന്ന് പകൽ ഞാൻ പറയും, ദൈവകുഞ്ഞെ, നീ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ അവൻ പിശാചിന് നിന്റെ മന്ദിരത്തെ തോടാൻ പറ്റുകയില്ല. രോഗമിട്ട് നിന്റെ മന്ദിരത്തെ ഉടയ്ക്കാൻ പറ്റുകയില്ല. കാരണം ഈ മന്ദിരത്തെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഇനി നീ നിനക്കുള്ളതല്ല, അവൻ നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളതാത്രേ. ഇന്ന് പകലിൽ ആ നുകങ്ങൾ പോട്ടെ, ആ നുകങ്ങൾ തകരട്ടെ, രോഗാത്മ ബന്ധനങ്ങൾ ആടിയട്ടെ. സ്വയം മുറിവേൽപ്പിക്കുക, സ്വയം മുറിവേൽപ്പിക്കുക. അവൻ സ്വതന്ത്രം. ഈ സ്പിരിറ്റ് കയറുമ്പോൾ ഓർത്തോണം, അവൻ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ദൈവ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അത് പരിശുദ്ധാത്മാവല്ല. ആ ദുരാത്മാവിന് ഇനി നമ്മുടെ ജീവിതത്തിൽ അവകാശം കൊടുക്കരുത്. അവൻ സ്വതന്ത്രം. ചിലർക്ക് സ്വയം ഈ സ്പിരിറ്റ് കയറിയ രണ്ട് തലത്തിലേക്ക് അങ്ങ് തിരിയും. ഒന്ന്, സ്വയം സ്വതന്ത്രം ഹല്ലേലൂയ ഉപദ്രവിക്കും. രണ്ട്, അടുത്ത് നിൽക്കുന്ന ആളിനെ സ്തോത്രം. ചിലർക്ക് ഈ സ്പിരിറ്റ് കയറിയല്ല അങ്ങനെ, ഒന്നുകിൽ സ്വയം ഉപദ്രവിക്കും, ഇല്ലെങ്കിൽ ഒന്നും, അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുന്ന ഡോഗിനെങ്കിലും ഒരെണ്ണം, അത് ആ സ്പിരിറ്റ് കയറി എന്തെങ്കിലും ചെയ്താലേ ഇതങ്ങ് സമാധാനപ്പെടത്തുള്ളൂ. വീട്ടിൽ കിടക്കുന്ന പൂച്ചയ്ക്ക് പോലും അറിയാം, അച്ഛന് സ്പിരിറ്റ് കയറിയാൽ അവൻ പൂച്ച അന്നേരം സ്ഥലം വിടും, ഇല്ലെങ്കിൽ അതിനറിയാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പിരിറ്റ് ചിലയിടത്ത് നിന്നൊക്കെ ഇങ്ങനെ ചാടിപ്പോവാ, ചിലത് ചാടിപ്പോവാ. ചിലർക്ക് ഈ സ്പിരിറ്റ് കയറിയാൽ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സാധനം ഒന്ന് അട്ടിച്ചൊരു പൊട്ടി. ഇതെല്ലാം ഈ സ്പിരിറ്റാ. ആഴ്ചയിൽ പാത്രം മേടിക്കുന്നവരുണ്ട്, സ്തോത്രം. ഞാൻ പറഞ്ഞു, അങ്ങനെ പിശാച് വരുമ്പോൾ മൊബൈൽ അങ്ങെടുത്ത്, ആ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കാൻ ഇങ്ങനെ സ്പിരിറ്റ് കയറി നിൽക്കുമ്പോൾ അവരുടെ മൊബൈൽ അങ്ങെടുത്ത് കൊടുക്കണം. ഈ സ്പിരിറ്റ് പ്രതികരിക്കുമെന്നറിയാലോ. അച്ഛൻ ദേഷ്യപ്പെട്ടു വരാണെങ്കിൽ അമ്മാമ്മ മൊബൈൽ എടുത്താൽ കൊടുക്കണം, പൊട്ടിക്കണമെങ്കിൽ അങ്ങ് പൊട്ടിച്ചോളാൻ പറഞ്ഞു. അന്നേരം ആ സ്പിരിറ്റ് പോകും. കാരണം ഇതിനകത്ത് വേറൊരു സ്പിരിറ്റ് ഉണ്ട്, സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില സ്പിരിറ്റ് പോവാം. എനിക്ക് ആത്മാവിൽ അത് ഞാൻ സെൻസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചില സ്പിരിറ്റ് ചില ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ ചാടി പോവുക. എന്താ പറഞ്ഞാൽ നിൽക്കാൻ പറ്റുകയില്ല. ഇന്ന് പകലിൽ പിശാചിന് നിനക്ക് നിൽക്കാൻ പറ്റുകയില്ല. ചില നാളുകൾക്ക് മുമ്പ് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞു നിന്ന് നീ പോരാടിയെങ്കിൽ ഇന്ന് പകലിൽ ഈ വെളിപ്പാട് വരുമ്പോൾ, ഇത് സ്പിരിറ്റ് ആണെന്നുള്ള വെളിപ്പാട് വരുമ്പോൾ പിന്നെ അവന് നിൽക്കാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞെ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ സ്പിരിറ്റിന് നിൽക്കാൻ പറ്റുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവൻ സ്വയം മുറിവേൽപ്പിക്കുക. ഗദര ദേശത്തിരിക്കുക. കർത്താവ് മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ, നാളുകളായി വീട്ടിൽ പറക്കുവാൻ കഴിയാതെ, വീട്ടുകാരെ കാണാതെ, വസ്ത്രം ധരിക്കാതെ, സ്വയം ദണ്ണിപ്പിച്ചുകൊണ്ട് പലരും ചങ്ങലയിട്ട് ഒതുക്കാൻ നോക്കിയിട്ട് ഒതുങ്ങാത്ത ഒരുവൻ ഗദര ദേശത്ത് കിടക്കുന്നത് യേശു കണ്ടു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. യേശു പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടുക. ആമേൻ, സ്തോത്രം. പുറപ്പെട്ടു. ആമേൻ. പടകിന്മേൽ തിരമാലകൾ അടിച്ചു, കാറ്റടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ആമേൻ, പിശാചിനറിയാം കർത്താവ് വന്നാൽ എന്ത് ചെയ്യും. യേശു വെളിപ്പെട്ടാൽ ഇതിന് പോയേ പറ്റത്തുള്ളൂ. ഇവരെ തടയാൻ നോക്കി. പക്ഷെ ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ പിശാച് നിനക്ക് തടയാൻ പറ്റുകയില്ല. നീ ഇനി എങ്ങനെയെല്ലാം നോക്കിയാലും തടയാൻ പറ്റുകയില്ല.
ആമേൻ, ദൈവപ്രവർത്തി വെളിപ്പെട്ടാൽ നിനക്ക് തടയാൻ പറ്റുകയില്ല. ആമേൻ, സ്തോത്രം. ഇവൻ ഓടി വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ആമേൻ പറയുകയാണ്, കർത്താവേ, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? അടുത്ത് ചോദിക്കുന്ന ഒരു ആമേൻ ചോദ്യം, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ നീ വന്നുവോ? പിശാച് പറയുക, സമയത്തിന് മുമ്പേ. അങ്ങനെയാണെങ്കിൽ പിശാചിനൊരു സമയം. പിശാച് പറയുക, 2024 എൻ്റെ സമയമാണ്. എൻ്റെ സമയത്തിന് മുമ്പേ കർത്താവെ നീ എന്നെ എന്ത് ചെയ്യരുത്. ഇന്ന് പകലിൽ പിശാചിൻ്റെ സമയം പൊളിക്കാൻ പോവാ നമ്മൾ ഒറ്റ ദൂത്. ഇന്ന് പകലിൽ പിശാച് പറയുക, ഞങ്ങളെ സമയത്തിന് ഞങ്ങൾക്കുള്ള സമയമാണ്. ഈ കുടുംബത്തിലിരുന്ന് ആ വ്യക്തിയെ രോഗിയാക്കാനുള്ള ഞങ്ങളുടെ സമയമാണ്. പിശാച് പറയും, ഇതെൻ്റെ ടൈമാണ്. എൻ്റെ ടൈമിൽ ഞാൻ ചെയ്യേണ്ടുന്നതെല്ലാം ചെയ്യും. പക്ഷെ കർത്താവ് പറയാ, കർത്താവ് വന്നത് പിശാചെ നിന്റെ സമയത്തെ പൊളിക്കാനാ. പിശാചിൻ്റെ സമയത്തെ പൊളിക്കാനാ കർത്താവ് വന്നത്. ഇന്ന് പകൽ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ ഇതിനകത്ത് ചില ജീവിതങ്ങളെ ദണ്ഡിപ്പിക്കുന്ന പിശാചിൻ്റെ സമയത്തെ പൊളിക്കാൻ പോവാ കർത്താവ്. പിശാച് പറയും, ഇതെന്റെ സമയമായത്. ഞങ്ങൾ ഇവനെ ഉപദ്രവിക്കും, ഞങ്ങൾ ഇവനെ നശിപ്പിക്കും, ഇവനെ വീട്ടിൽ കയറ്റുകയില്ല. ഞങ്ങളെ സമയമായത്. പിശാച് പറയാ, ഞങ്ങൾ ഇതെല്ലാം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. പിശാച് പറയാ, ഇത് ഞങ്ങളുടെ സമയമാണ്. സമയം ഉണ്ടെങ്കിൽ ഇവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സമയമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ സമയം ഉണ്ടായത് എപ്പോഴാ? സമയം എപ്പോഴാ ഉണ്ടായേ? പിശാച് പറയുക, ഇത് ഞങ്ങളുടെ സമയമാണ്. സമയം എപ്പോഴാണ് ഉണ്ടായേ? സമയമുണ്ടായത് വെളിച്ചം വന്നപ്പോഴാണ്. വെളിച്ചം വരുന്നത് വരെ സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും ആമേൻ പേരിട്ടു. ഈ വെളിച്ചം വന്നപ്പോഴാ സമയം വന്നേ. ഹലോ, എന്ന് പിശാചിന്റെ അവനിട്ട പദ്ധതിയുടെ ലാസ്റ്റ് ഡേയാ. എനിക്കറിയാം. വെളിച്ചം വന്നപ്പോഴാണ് സമയം. വെളിച്ചം വരാതെ നിങ്ങൾക്ക് സമയം അറിയാൻ പറ്റുമോ? ഫുൾ ഇരുട്ടാ, സമയം അറിയാൻ പറ്റുമോ? സമയത്തെ വേർതിരിക്കുന്ന എന്താ? അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് പറഞ്ഞ, സമയത്തെ വേർതിരിക്കുന്ന വെളിച്ചവാ. ഓ, സമയത്തെ വേർതിരിച്ചത് വെളിച്ചവാ. അപ്പൊ വെളിച്ചം വന്നപ്പോഴാണ് സമയം വെളിപ്പെട്ടു വന്നത്. അപ്പൊ വെളിച്ചം വന്നു, സമയം ഹല്ലേലൂയ വെളിപ്പെട്ടു. അവൻ രാത്രിയും പകലും ഉണ്ടായി. രാത്രിയും പകലും ഉണ്ടായി. രാത്രിയും പകലും ഉണ്ടായി. പിശാച് പറയാ, ഇത് എൻ്റെ സമയം. ഇനി സമയത്തെ പൊളിക്കാൻ പോവാ നമ്മള്. ഇന്ന് പകൽ സമയം പൊളിയാൻ പോവാ. ഇതിനകത്ത് പിശാചിന്റെ കൂടുന്ന പകൽക്കാല സ്വർഗത്തിലെ ദൈവം പൊളിക്കാൻ പോവുക. സമയമില്ലെങ്കിൽ പിശാച് നിനക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പിശാച് പറയും, ഇത് എൻ്റെ സമയമാണ്. 2023 വരെ പറഞ്ഞു ഇതെൻ്റെ സമയം. 2024 ആയപ്പോൾ പിശാച് പറയും, ഇതെൻ്റെ സമയമാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പിശാച് നിന്റെ സമയമല്ല, ഇത് ഞങ്ങളുടെ സമയമാണ്. ഇത് ഞങ്ങളുടെ സമയമാണ്. സ്തോത്രം. പിശാചിന് ഇനി പ്രവർത്തിക്കാനുള്ള സമയമല്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ സമയം വെളിപ്പെടാൻ പോവുക. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയും, ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞേ, നിന്റെ സമയം 2024 ഈ ഫെബ്രുവരി മാസം ഇത് നിന്റെ സമയമാണ്. പിശാച് നിനക്കിനി ഇരുന്ന് പ്രവർത്തിക്കാൻ ഇനി ഞങ്ങളുടെ കുടുംബത്തിനകത്ത്, ഞങ്ങളുടെ തലമുറക്കകത്ത് ഇനി ഇരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇവന്റെ സമയം പൊളിയും. ഇന്ന് പകൽക്കാലം പിശാചിന്റെ സമയം പൊളിയും. എന്തെന്നറിയാമോ? അവൻ പകൽ വാഴുവാൻ ദൈവം സൂര്യനെ ചെയ്തു. സൂര്യനെ അവൻ സൃഷ്ടിച്ചു. ഈ സൂര്യന്റെ വെളിച്ചത്തിൽ അവൻ സ്തോത്രം ഈ ലോകത്തിന്റെ ഇരുട്ടിൽ ഈവൻ ശക്തിപ്പെട്ടിട്ട് ഇവൻ പറയുക ഇതെന്റെ സമയമാണ്. പിശാച് പറയും ഇതെന്റെ സമയമാണ്. സ്തോത്രം. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട്. ഹല്ലേലൂയ. ഈ വെളിച്ചത്തിൽ, ഈ സൂര്യന്റെ വെളിച്ചത്തിന്റെ കീഴിൽ പലതും നടക്കും. ഈ സൂര്യന്റെ വെളിച്ചത്തിന്റെ കീഴിൽ പിശാച് പലതും ചെയ്യും. പക്ഷെ ഇന്ന് പകൽക്കാലം അവന്റെ കൂട് പൊളിയാൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയാമോ? ആമേൻ സ്തോത്രം. വേറൊരു സൂര്യനുണ്ട്. ഹല്ലേലൂയ. വേറൊരു സൂര്യനുണ്ട്. ഇന്ന് പകൽക്കാലം ആ സൂര്യൻ വെളിപ്പെട്ടാൽ കണ്ടോ. ആമേൻ സ്തോത്രം. ദൈവം ഉണ്ടാക്കിയ സൂര്യന് ആമേൻ സ്തോത്രം വെളിച്ചത്തിന് ദൈവം ഒരു പേരിട്ട സൂര്യൻ, SUN. ഹല്ലേലൂയ. സൺ. പക്ഷേ ഇന്ന് പകൽക്കാലം വേറൊരു സൺ വെളിപ്പെടും, SON. ഓ ജീസസ്. ആമേൻ. പിശാചിന്റെ പ്രവർത്തികൾ മുഴുവനും SUN കീഴിലാണ്. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് SON കീഴിലാണ്. ആമേൻ. പുത്രന്റെ വെളിച്ചം ഇന്ന് പകൽക്കാലം സൂര്യന്റെ വെളിച്ചമല്ല, അവൻ ദൈവപുത്രന്റെ വെളിച്ചം വെളിപ്പെട്ടാൽ അവൻ പിശാച് പിന്നെ അവന് നിൽക്കാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം സൂര്യന്റെ കീഴിൽ ദൈവകുഞ്ഞ് നിന്നെ ദണ്ഡിപ്പിക്കുന്നെങ്കിൽ, നിന്നെ ഭാരപ്പെടുത്തുന്നെങ്കിൽ, നിന്നെ തകർക്കുന്നെങ്കിൽ, നിന്നെ വേദനിപ്പിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ സൂര്യന്റെ അവൻ വെളിച്ചത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം അവൻ ക്രിസ്തുവാകുന്ന യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് ഇന്ന് പകൽക്കാലം കയറിക്കൊള്ളണം. ഇനി പിശാചിന് നിന്നെ തൊടുവാൻ പറ്റുകയില്ല. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ സ്തോത്രം, ലോകത്തിലുള്ള വെളിച്ചമല്ല, ലോകത്തിന്റെ വെളിച്ചം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. അവൻ ഈ വെളിച്ചത്തിന്റെ കീഴിൽ പിശാചിന് ഇരിക്കാൻ അവൻ സൂര്യന്റെ വെളിച്ചത്തിൽ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ യേശു ക്രിസ്തുവിന്റെ പ്രകാശത്തിന്റെ കീഴിൽ പിശാചിന് ഇരിക്കാൻ പറ്റുകയില്ല. അവന്റെ ഒരു പദ്ധതി നടക്കുകയില്ല. ഇന്ന് പകൽക്കാലം സൂര്യന്റെ കീഴിൽ അവനൊരു സമയമുണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ കീഴിൽ നമുക്കൊരു സമയമുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്കൊരു സമയമുണ്ട്. അവൻ പിശാചേ, നീ സൂര്യന്റെ കീഴിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നത് ഈ സൂര്യന്റെ കീഴിലല്ല, ഈ സൂര്യനെ ഉണ്ടാക്കിയ ഒരു വലിയ വെളിച്ചം ഇന്ന് പകൽക്കാലം എന്റെ അകത്തുണ്ട്. ആ വെളിച്ചത്തിൽ നടക്കുന്ന നിന്നെ തൊടാൻ ഒരു അന്ധകാര ശക്തിക്കും ഇന്ന് പകൽക്കാലം കഴിയുകയില്ല. ഇന്ന് പകൽ പിശാച് നിനക്ക് തൊടാൻ കഴിയുകയില്ല. സാത്താനെ നിനക്ക് തൊടാൻ പറ്റുകയില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? സൂര്യന്റെ കീഴിൽ സമയമുണ്ട്, ക്രിസ്തുവിന്റെ സന്നിധി സമയമില്ല. നമ്മളെ മീറ്റിംഗ് 1 മണി കഴിഞ്ഞാൽ സ്തോത്രം നമുക്ക് സമയം ഉണ്ട്, പക്ഷെ ക്രിസ്തുവിന്റെ കീഴിൽ സമയമില്ല. സമയമില്ലെങ്കിൽ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അവൻ പറയുക, ഇത് സമയത്തിന് മുമ്പ്, ഇത് എൻ്റെ സമയമാണ്. ഒരുവൻ സൂര്യന്റെ കീഴിൽ നിൽക്കുന്നവനോട് പിശാച് പറയാ, ആമേൻ, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ എനിക്കൊരു സമയമുണ്ട്, ഇത് എൻ്റെ സമയമാണ്. അവൻ അറിയാൻ സമയം അടുത്തിരിക്കുകയാണ്. എന്നേക്കുമായി അവൻ സ്തോത്ര ഹല്ലേലൂയ അഗാധ കൂപത്തിലേക്ക് അവനെ വലിച്ചെറിയുവാൻ, നരകത്തിലേക്ക് പോകുവാൻ സമയമായെന്ന് അവൻ അറിയാമെന്നുള്ളത് കൊണ്ട് അന്ത്യകാലത്ത് പിശാച് ശക്തിയോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, ഇത് എൻ്റെ സമയമാണ്. ഇന്ന് പകൽക്കാലം പിശാച് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സൂര്യന്റെ കീഴിൽ നിനക്കൊരു സമയമുണ്ടെങ്കിൽ നീ പ്രവർത്തിച്ചോ, പക്ഷേ ഞങ്ങൾ ഈ സൂര്യന്റെ കീഴിലല്ല, ഈ വെളിച്ചത്തിലല്ല ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ
നിങ്ങൾ നടക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിലാ. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആമേൻ. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. ആമേൻ. നീ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. എന്നിട്ട് യേശു തന്റെ ജനത്തെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ദൈവത്തിന്റെ വെളിച്ചമായാൽ ആമേൻ സ്തോത്രം, ഈ വെളിച്ചത്തിനകത്ത് ആമേൻ സമയമില്ല. ഇത് ഒരു ദിവസം ഉദിച്ച് ഹല്ലേലൂയ 12 മണിക്കൂർ ഉദിച്ചിട്ട് ആമേൻ 12 മണിക്കൂർ ഇരുട്ടിലോട്ട് പോകുന്ന വെളിച്ചമല്ല ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ പ്രകാശിക്കുന്നത്. ഇത് 24 മണിക്കൂറും ഇത് പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കും. ഈ 24 മണിക്കൂറും ഇത് പ്രകാശിക്കുന്നത് കൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾക്ക് ആമേൻ അവന്റെ സമയം എടുക്കാൻ പറ്റുകയില്ല. അവന് എൻ്റെ ജീവിതത്തിൽ വരാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സൂര്യന്റെ വെളിച്ചത്തിൽ നിന്ന് ആമേൻ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് ദൈവസഭ കയറിയാൽ ഇന്ന് പകൽക്കാലം ആമേൻ പിശാച് നിന്റെ ജീവിതത്തെ അവകാശം പറയുകയില്ല. സാത്താൻ അവകാശം പറയാൻ പറ്റുകയില്ല. സ്തോത്രം, സ്തോത്രം. ഈ വെളിച്ചം പ്രകാശിക്കാൻ പറ്റും. ഇന്ന് പകലിൽ ഈ വെളിച്ചം പ്രകാശിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം, വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പൊ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലോട്ട് നോക്കുക, മനുഷ്യപുത്രന്മാരെ നോക്കുക. അപ്പൊ നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് ഇപ്പൊ കർത്താവ് നമ്മളെ നോക്കുക. കർത്താവ് നോക്കുമ്പോൾ എല്ലാവരും സാധാരണ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. ജോസ് പാസ്റ്റർ മാത്രം കോട്ടൺ ടൈയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കർത്താവ് നോക്കിയിട്ട് പറയും, ഓ ഗുഡ്, നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയപ്പോൾ, ഓ അങ്ങനെയാണോ ദൈവം നോക്കുന്നത്? ദൈവം നോക്കുമ്പോൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെ കാണുന്നേ? കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ ജീവന്റെ അവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പൊ നമ്മൾ ആരാ? ജീവന്റെ വെളിച്ചമുള്ളവർ. അപ്പൊ ദൈവം നോക്കുമ്പോ എന്താ കാണുന്നേ? ആണോ? ഡൗട്ട് ഉള്ളത് പോലെ. അപ്പൊ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ഈ കോട്ടൊന്നും കാണുകയില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സല്ല കാണുന്നേ. കർത്താവ് നോക്കുമ്പോൾ ഭൂതം ആമേൻ ഒരു വെളിച്ചം നടന്നു പോകുന്നു. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ഒരു വെളിച്ചം നടന്നു പോകുന്നു. വെളിച്ചത്തിനൊരു പ്രത്യേകതയുണ്ട്. നക്ഷത്രവും തമ്മിൽ പ്രകാശം കൊണ്ട് വ്യത്യാസമുണ്ട്. ഇന്ന് പകലിൽ ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം വെളിച്ചങ്ങളായിരിക്കുന്നേ. ചില വെളിച്ചം ഭയങ്കര പ്രകാശം. അത് നിങ്ങൾ പ്രകാശിക്കുന്നത് പോലെ ഇരിക്കും. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ നമ്മൾ എത്ര പ്രകാശമാകണമെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കും. ഞാൻ ജീവന്റെ മരണത്തിന് ഇനി എന്നോട് ഞാൻ മരണത്തെ ജയിച്ചവൻ. ഒരു ജയാളിയുടെ പ്രത്യേകത കണ്ടോ? ഒരു ജയാളിയെ കണ്ടാൽ അറിയാം. ഓട്ടത്തിൽ ജയിച്ച് വരുന്നവനെ കാണുമ്പോൾ അറിയാം. അവൻ്റെ ചിരി കാണുമ്പോൾ അറിയാം. അവൻ്റെ നടത്ത കാണുമ്പോൾ അറിയാം. അവൻ്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ജയിച്ചവൻ്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവൻ്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ആമേൻ എന്തോ നഷ്ടപ്പെട്ടതുപോലെ അല്ല. ഇന്ന് പകൽക്കാലം ആമേൻ വെളിച്ചമാണോ? ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ നീ പ്രകാശിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകല് പറയണം, ഞാൻ ദൈവത്തിന്റെ വെളിച്ചമാ. ആമേൻ ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന
ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ ലോകത്തിൽ വെളിച്ചമായി വന്നവൻ, ആമേൻ, നമ്മളെ വെളിച്ചമാക്കി മാറ്റിയവൻ ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളിലിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ. ദൈവകുഞ്ഞേ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നടക്കുമ്പോൾ ആമേൻ വെളിച്ചമാ നടക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം പറയും, ഇതാ ഒരു വെളിച്ചം നടന്നു പോകുന്നു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഹെബ്ബാൾ വഴി വാഹനത്തിലൂടെ വരുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നോക്കുമ്പോൾ അനേക ഇരുട്ടിനിടയിൽ ഒരു വെളിച്ചം നടന്നു പോവുകയാ. ആമേൻ. ദൈവം നോക്കി എങ്ങോട്ട് പോവുക? അവൻ സഭയിലേക്ക് പോവുകയാ. ഇന്ന് പകൽക്കാലം, ആമേൻ, ദൈവകുഞ്ഞ, പിശാചിന് നിന്നെ പേടിയാ. ആമേൻ. നീ സൂര്യന്റെ വട്ടത്തിലല്ല, നീ സൂര്യന്റെ കീഴിലല്ല. ഇന്ന് പകൽക്കാലം ഏതു മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ആ ദൈവത്തിന്റെ വെളിച്ചം ഇന്ന് പകൽ നിന്റെ മേൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് സ്വർഗം നോക്കുമ്പോൾ പറയരുത്, ആമേൻ, ഹല്ലേലൂയ, അതാണ്ട് ഒരു മിന്നാമിന്നി ആരാധനയ്ക്ക് പോകുന്നെന്ന് പറയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ചെറിയൊരു വിളക്കുത ആരാധനയ്ക്ക് പോകുന്നെന്ന് പറയരുത്. ആമേൻ. സ്വർഗം നമ്മൾ നോക്കിയിട്ട് പറയണം, ഹല്ലേലൂയ, ഇതാ എന്റെ വെളിച്ചം. ആമേൻ, സ്തോത്രം. പട്ടണത്തിലൂടെ നടക്കുന്നു, ആമേൻ, ഭവനത്തിലൂടെ നടക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ, നീ ഭവനത്തിനകത്തൂടെ നടക്കുമ്പോൾ സ്വർഗം നോക്കുന്നത് ഇതാ ഒരു വെളിച്ചം, ആമേൻ, നടക്കുകയാ. ഇതാ ഒരു വെളിച്ചം നടന്നു പോവുകയാ. ഇന്ന് പകൽക്കാലം, ആമേൻ, തണ്ടിൽ മേൽ കത്തിയ, ആമേൻ, വിളക്ക് പോലെ ഇന്ന് പകൽ പറയണം, ഞാൻ പ്രകാശമാ. ഇരുട്ടിന് എന്നോട്, ആമേൻ, ഇരുട്ടിന് എന്നോട് ഇടപാടില്ല. പിശാചേ, നീ ഇരുട്ടാണെങ്കിൽ ഞങ്ങൾ വെളിച്ചമാ, ഞങ്ങളോട് നിനക്ക്, ആമേൻ, കാര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയണം, ആമേൻ, ആമേൻ, ഇരുട്ടിന്റെ ശക്തിയെ നിനക്ക് എന്നോട് കാര്യമില്ല. കാരണം എന്താ? ആമേൻ, ഞാൻ സൂര്യന്റെ കീഴിലല്ല, നിന്റെ സമയത്തിനകത്തല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ സമയമില്ലാത്ത, പരിധിയില്ലാത്ത വെളിച്ചം. ആമേൻ. പിശാചേ, ആമേൻ, 12 മണിക്കൂർ, ആമേൻ, സൂര്യന്റെ വട്ടം നിൽക്കും, പിന്നെ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും 12 മണിക്കൂർ വെളിച്ചത്തിനകത്തല്ല. ഹല്ലേലൂയ. സന്തോഷിക്കാൻ വകയുണ്ടോ? സന്തോഷിക്കാൻ വകയുണ്ടോ? ഇത് കത്തണം, ഈ വെളിച്ചം കത്തണം. അമ്മേ, വചനം പറയുന്നു, കത്തുന്ന വിളക്കിനെ അവൻ എന്ത് ചെയ്യും? തണ്ടിന്റെ കത്തുന്ന വിളക്കിനെ ദൈവം എന്ത് ചെയ്യും? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ, ആമേൻ, സ്തോത്രം. കത്തുന്ന വിളക്കിനെ അവൻ എന്ത് ചെയ്യും? ആമേൻ. ദൈവം അതിനെ കരങ്ങളിലെടുത്ത് തണ്ടിന്മേൽ നിർത്തും. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, നീ കത്താൻ തുടങ്ങിയാൽ, ആമേൻ, സ്തോത്രം, നിന്നിലെ വെളിച്ചം പുറത്തു വരാൻ തുടങ്ങിയാൽ, ആമേൻ, സ്വർഗത്തിൽ ആരും നിന്നെ തൊടണ്ട. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കരങ്ങളിലെടുക്കും. ദൈവം നിന്നെ കരങ്ങളിലെടുക്കും. വചനം പറയുന്നു, അവൻ നിന്നെ തണ്ടിന്മേൽ നിർത്തും. ആമേൻ. വീട്ടിലുള്ള എല്ലാവരും, ആമേൻ, സ്തോത്രം, പ്രകാശത്തിൽ, ആമേൻ, നീ മാത്രമല്ല, നീ കത്താൻ തുടങ്ങിയാൽ മറ്റുള്ള വ്യക്തി കൂടെ ആ വെളിച്ചത്തിൽ നടക്കും, വെളിച്ചത്തിൽ നടക്കും. ഇരുട്ടിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഇരുട്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. വെളിച്ചം പ്രകാശിച്ചാൽ ഇരുട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇരുട്ടിനൊന്നും ചെയ്യാൻ പറ്റിയല്ല. വചനം അങ്ങനെ പറയുന്നു, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. അതിലൊന്ന് കാണാതെ പോയി. എന്താ ചെയ്തേ? ആമേൻ. ഒന്ന് കാണാതെ പോയപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? വിളക്ക്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് നഷ്ടപ്പെടാനുള്ള കാരണം വിളക്ക്. സ്തോത്രം. വിളക്ക് കെട്ടുപോയാൽ വിലപ്പെട്ടത് നഷ്ടപ്പെടും. സ്തോത്രം. വിളക്ക് കത്തണം. നമ്മളിൽ ദൈവം ഒരു വെളിച്ചം വെച്ചിട്ടുണ്ട്. ഇത് അണഞ്ഞു പോകരുത്. വചനം പറഞ്ഞു, ആത്മാവിനെ കെടുക്കരുത്. ഈ വെളിച്ചം അണയരുത്. ഇന്ന് പകൽ പറയണം, കർത്താവേ, എൻ്റെ ദീപത്തിൽ നീ കത്തിക്കണം. ആമേൻ. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ. കർത്താവേ, നിന്റെ വെളിച്ചത്തിൽ നിന്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ ഉദ്ദേശം വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം എൻ്റെ വിളക്കിനെ നീ കത്തിക്കണം. എൻ്റെ ദീപത്തെ ഇന്ന് പകൽ നീ കത്തിക്കണം. ഇത് കത്തിയാൽ ഒരു ഇരുട്ടിൻ്റെ ശക്തിയും എന്ത് ചെയ്യത്തില്ല.
ഒരു ഇരുട്ടിന്റെ ശക്തിയും അടുത്ത് വരത്തില്ല. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ആമേൻ, ഈ വെളിച്ചം കത്തിയാൽ, ഹല്ലേലൂയ, ഈ സഹോദരിക്ക് ഒരു കാര്യം മനസ്സിലായി. ആമേൻ, വിലപ്പെട്ട ദ്രഹ്മ നഷ്ടപ്പെടാനുള്ള കാരണം വിളക്കെന്ത് ചെയ്തു? വിളക്ക് കെട്ടുപോയി, വിളക്കണഞ്ഞു. അവർ വിളക്കെന്ത് ചെയ്തു? വിളക്ക് കത്തിച്ചു. കത്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൾ അടിച്ചു വാരി. അടിച്ചു വാരാൻ കാരണം എന്താ? വിളക്കണഞ്ഞപ്പോൾ വീട് മൊത്തം മാറാല പിടിച്ചു. വീട് മൊത്തം മാറാല പിടിച്ചു. ഇരുട്ട് കയറിയാൽ അകത്ത് മാറാല പിടിക്കും, വല കെട്ടും. സ്തോത്രം. വെളിച്ചം പോയാൽ വല, കണ്ടോ? വീടിൻ്റെ അലമാരയുടെ സൈഡിലൊക്കെ പോയി നോക്കി, വല കെട്ടിയിരിക്കുക. എന്താ? അവിടെ വെളിച്ചവും ഇല്ല, നമ്മൾ അങ്ങോട്ട് പോകത്തും ഇല്ല. നമ്മൾ പോകാത്ത ഏരിയയിൽ കണ്ടോ വല കെട്ടി. അനേക കുടുംബങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക? വല കെട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അത് വല ഇംഗ്ലീഷിൽ പറയണം. വല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താ പറയുന്നത്? വലയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ? ഇപ്പൊ എല്ലായിടത്തും വിളക്കണഞ്ഞപ്പോ നെറ്റ് നമുക്ക് ഇപ്പോഴാണ് കത്തി വരുന്നത്. സ്തോത്രം. ഇപ്പൊ എല്ലാ വീട്ടിലും എന്ത് ചെയ്തു? ഭാര്യയില്ലാതെ നമുക്ക് 1 മാസം ജീവിക്കാം, ഭർത്താവില്ലാതെ 2 മാസം ജീവിക്കാം, 2 വർഷം ജീവിക്കാം. പക്ഷെ നെറ്റില്ലാതെ 1 സെക്കൻഡ്, അന്നേരം 19 രൂപയ്ക്ക് അടിക്കും നമ്മൾ. കാരണം നെറ്റില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. നെറ്റില്ലാതെ ഇപ്പൊ എല്ലാം എന്ത് ചെയ്തു? വിളക്കണഞ്ഞു, എല്ലാം നെറ്റിൽ കുടുങ്ങിക്കിടക്കാം. ആർക്കും ആരെയും രക്ഷിക്കാൻ, കാരണം മക്കളെ രക്ഷിക്കാൻ അപ്പൻ്റെ അമ്മേരെ കൈ ഒഴിഞ്ഞാലല്ലേ അവരെ രക്ഷിക്കാൻ പറ്റൂ. ഇത് ആരെ വിടുവിക്കും? ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? വിളക്ക് പണ്ടൊക്കെ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെന്ത് പ്രാർത്ഥനയായി? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രാർത്ഥനയേ ഇല്ല പാസ്റ്റർ, പിന്നെ എന്ത് പ്രാർത്ഥന പറയാനാ? ഇപ്പൊ രാത്രി പ്രാർത്ഥനയായി. രാത്രി പ്രാർത്ഥനയും അപ്പൊ ഇപ്പൊ കുറഞ്ഞ സമയമില്ല. അവസാനം കട്ടിലിൽ കയറി, കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാനിതാ. സ്തോത്രം. കാരണം ഇതെന്താ പറ്റിയെന്നറിയോ? വിളക്കണഞ്ഞു. ഇന്ന് പകൽ വിളക്ക് കത്താതെ, വിളക്ക് കത്തിച്ചപ്പോൾ മനസ്സിലായി എവിടെയാ കുരുങ്ങിയത്. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ വിളക്ക് കത്തിയാൽ, നിന്നിലുള്ള പ്രകാശം കത്തിയാൽ, എവിടെയാ നീ കുരുങ്ങിപ്പോയത്? നിന്റെ പ്രാർത്ഥന എവിടെയാ കുരുങ്ങിപ്പോയത്? നിന്റെ തീഷ്ണത എവിടെയാ കുരുങ്ങിപ്പോയത്? നിന്റെ കൃപാവരങ്ങൾ എവിടെയാ കുരുങ്ങിപ്പോയത്? ഇന്ന് പകൽക്കാലം ആമേൻ, കർത്താവ് നിന്നെ കാണുന്നത് ഒരു മിന്നാമിന്നിയായിരിക്കാനല്ല. ഇന്ന് പകൽക്കാലം സ്വർഗം നോക്കുമ്പോൾ ജീവന്റെ വെളിച്ചമായി അനേകർക്ക് പ്രകാശമുള്ളവരായി. ഹല്ലേലൂയ. നിന്നിലെ വിളക്ക് കത്തട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയാ, ഞാൻ കത്തുന്ന വിളക്കിനെ ഞാൻ എന്ത് ചെയ്യും? കത്തുന്ന വിളക്കിനെ, കത്താത്ത വിളക്കിനെ എവിടെ വയ്ക്കും ദൈവം? ആമേൻ. പറയുടെ കീഴിൽ, കട്ടിലിന്റെ കീഴിൽ. കത്താത്തതിനെ മുഴുവൻ അണഞ്ഞ വിളക്കെല്ലാം ഇപ്പൊ എവിടെ കിടക്കുക? ദൈവരാജ്യത്തിന് എന്ത് പ്രയോജനം? എല്ലാം ദൈവരാജ്യത്തിന് നമ്മളെ കൊണ്ട് എന്താ പ്രയോജനം? ഒന്ന് സ്വയം ശോധന ചെയ്ത് നോക്കിയേ. നമ്മളെ കൊണ്ട് ഈ ആഴ്ച കർത്താവിന് എന്ത് പ്രയോജനം? കർത്താവെല്ലാം അറിഞ്ഞു. വിളക്ക് കത്താൻ തുടങ്ങിയാൽ, ഈ വിളക്ക് കത്താൻ തുടങ്ങിയാൽ നമ്മൾ പ്രയോജനപ്പെടും. ആമേൻ. സ്തോത്രം. ഇത് കത്താൻ തുടങ്ങിയാലുള്ള പ്രയോജനം എന്തെന്നറിയോ? ആമേൻ. കർത്താവ് നമ്മളെ കരങ്ങളിലെടുക്കും. ഈ വിളക്ക് പ്രകാശിച്ചാൽ കർത്താവ് ഇതിനെ എന്ത് ചെയ്യും?
ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിന്നെ ആരും ഉയർത്തണ്ട, ആരും നിന്നെ സഹായിക്കണ്ട, ആരും നിന്നെ ഉയർത്തില്ലാന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. നീ ആത്മാവിലൊന്ന് കത്തിയാൽ മതി, കർത്താവ് വന്ന് നിന്നെ കരങ്ങളിലെടുക്കും. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കരങ്ങളിലെടുക്കും. യേശു കർത്താവ് നിന്നെ കരങ്ങളിലെടുക്കും. അവൻ എടുത്തിട്ട് അവൻ തണ്ടിന്മേൽ നിർത്തും. എന്ന് പറഞ്ഞാൽ 4 പേര് കാണത്തക്ക നിലകളിൽ അവൻ നീ ഭവനത്തിനകത്ത് ഒതുങ്ങി പോകാനല്ല, നീ പറയുടെ കീഴിൽ ഒതുങ്ങിയിരിക്കാനല്ല, നീ കട്ടിലിന്റെ കീഴിൽ ഒതുങ്ങി പോകാനല്ല, 4 പേര് കാണത്തക്ക നിലകളിൽ ദൈവം നിന്നെ ഉയർത്തും. നീ ഒന്ന് കത്താൻ തുടങ്ങിയാൽ ഇന്ന് പറ, ദൈവമേ എന്റെ ദീപത്തെ നീ കത്തിക്കണമേ, എന്നിലെ തീ കെട്ടുപോകാതെ വണ്ണം നീ എന്നെ കത്തിക്കണമേ. കർത്താവ് തണ്ടിന്മേൽ ഉയർത്തി നിർത്തിയിട്ട് പറഞ്ഞു, അവിടെ കൊണ്ട് ദൈവം ഒതുക്കിയില്ല. ആമേൻ. കർത്താവ് പറഞ്ഞു, മലമേലിരിക്കുന്ന പട്ടണം, ഓ സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം വീട്ടിനകത്ത് ദൈവം ചെയ്തു, വീട്ടിനകത്ത് തണ്ടിന്മേൽ നിർത്തി. വീട്ടിലുള്ളവരെല്ലാം ആ വെളിച്ചം കണ്ടു, വീട്ടിലുള്ളവരെല്ലാം വെളിച്ചം കണ്ടു. ആമേ സ്തോത്ര ഹല്ലേലൂയ. മക്കൾ പറഞ്ഞു, ആമേ സ്തോത്ര ഹല്ലേലൂയ, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ആമേ നിൽക്കുന്നത്. കണ്ടോ, കാരണം ഈ വിളക്ക് കത്തി നിൽക്കുക. ആമേ സ്തോത്ര. ആമേൻ. ആമേ. കുഞ്ഞുങ്ങൾ പറഞ്ഞു, അപ്പൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? ആമേൻ. അപ്പൻ്റെ പ്രാർത്ഥന മക്കൾ വീട്ടിനകത്ത് കേൾക്കാൻ തുടങ്ങി. ആമേ സ്തോത്ര ഹല്ലേലൂയ. കണ്ടോ, ഈ പ്രകാശം ആമേ മക്കളുടെ മേൽ വ്യാപരിക്കുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ആമേ സ്തോത്രം ഹല്ലേലൂയ, എൻ്റെ അമ്മയുടെ ആമേ സ്തോത്രം 4 മണിക്ക് അമ്മ ഉഷകാലം നാം എഴുന്നേൽക്ക എന്ന് പാട്ടുപാടി ആ പാട്ട് കേട്ട ഞാൻ ഉണരുന്നത്. ഹല്ലേലൂയ. ഞാൻ ഉണർന്നത് ആമേ സ്തോത്രം അതുകൊണ്ട് ആമേ സ്തോത്രം ഹല്ലേലൂയ. എനിക്കറിയാം ഹല്ലേലൂയ, ഒരു വെളിച്ചം എന്നെ അന്ന് മുതലേ ആമേ ചുറ്റിയിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇന്നും പകലും പറയും, എൻ്റെ കുഞ്ഞുങ്ങളും ആമേൻ രാവിലെ എൻ്റെ പ്രാർത്ഥന ശബ്ദം കേട്ട എൻ്റെ കുഞ്ഞുങ്ങളും എഴുന്നേൽക്കുന്നത് ഇന്ന് പകൽക്കാലം പറയുവാൻ എനിക്ക് ആമേ സ്തോത്രം ധൈര്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞൻ നീ കത്തുന്ന ആ വെളിച്ചത്തിനകത്ത് ഒരെണ്ണം പോലും പ്രയോജനമുള്ള ഒരെണ്ണം പോലും ആമേ കുരുങ്ങി പോകരുത്. പിശാചിന്റെ വലയ്ക്കകത്ത് കുരുങ്ങി പോകരുത്. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവകുഞ്ഞൻ നിന്റെ വിളക്ക് കത്തിയ ആമേൻ നിന്റെ തലമുറ എവിടെ കുരുങ്ങിയെന്ന് ഒരു പ്രവാചകൻ തലയിൽ കൈവച്ച് പറയണ്ട. ആമേൻ. ഒരു അഭിഷിക്തൻ പറയണ്ട. ആമേ സ്തോത്രം. നീ ഒരു പ്രവാചകന്റെ അടുക്കലും പോകണ്ട. നിന്റെ വെളിച്ചം പ്രകാശിച്ചാൽ അവൻ എവിടെ കുരുങ്ങി കിടക്കണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ദർശനം തരും, നിങ്ങൾക്ക് വെളിപ്പാട് തരും. ഈ വെളിച്ചം കത്തിയാൽ ആമേൻ നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന ആമേൻ പറഞ്ഞു തരും. എന്നിട്ട് പറഞ്ഞു, അവിടെ കൊണ്ട് ദൈവം ഒതുക്കിയില്ല. ആമേൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ സ്തോത്രം വീട്ടിനകത്ത് കത്തുന്നവന്റെ ദൈവം ആമേൻ പുറത്തെടുക്കും. ആമേൻ. 4 പേര് കാണത്തക്ക നിലകളിൽ ആമേൻ. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാം, ഞാൻ ആത്മാവിൽ പറയുക, 4 പേര് കാണത്തക്ക നിലകളിൽ ദൈവകുഞ്ഞ് നിന്റെ ദേശക്കാർ കാണത്തക്ക നിലകളിൽ എൻ്റെ ദൈവം നിങ്ങളെ പുറത്തെടുക്കും. ആമേൻ. പുറത്തെടുക്കും. ആമേൻ. എന്നിട്ട് കർത്താവ് പറയാം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്ത് പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്നലകൾ നിന്നെ മറ പിടിച്ച് നിന്റെ വെളിച്ചത്തെ പുറത്തെടുക്കുവാൻ കഴിയാതെ വണ്ണം നിനക്ക് മുമ്പിൽ മറ പിടിച്ച് സകല മറകള് എന്റെ തമ്പുരാൻ പൊളിക്കും. ആരും പൊളിക്കണ്ട, ആരും ദൈവകുഞ്ഞ് നിനക്ക് സപ്പോർട്ട് ചെയ്യണ്ട. ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളിലെ വെളിച്ചം പ്രകാശിച്ചാൽ ദൈവം പറയാ, ആമേൻ, ഇനി മറഞ്ഞിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി മറഞ്ഞിരിക്കാൻ സമ്മതിക്കുകയല്ല. ഹല്ലേലൂയ. ഇതുവരെ എവിടെ ഇരിക്കുക? മറഞ്ഞിരിക്കുക. സ്വർഗം പറയുക, ഇനി മറഞ്ഞിരിക്കണ്ടെന്ന്, ഇനി മറഞ്ഞിരിക്കാൻ സമ്മതിക്കുകയില്ല. ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചാർച്ചക്കാരെ കാണത്തക്ക നിലകളിൽ തല ഉയർത്തി നടക്കും. ഇന്ന് പകല് പറഞ്ഞ തല ഉയർത്തി നടക്കും. ആമേൻ. ഇനി ഞാൻ തല കുനിഞ്ചല്ല നടക്കുന്നത്. ആമേൻ. സ്തോത്രം. എൻ്റെ തല കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എൻ്റെ ദൈവം എൻ്റെ തലയെ ഉയർത്തും. എൻ്റെ തല ഉയരും. എൻ്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ, എൻ്റെ ദേശക്കാരുടെ മുമ്പിൽ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവകുഞ്ഞ് നിന്റെ തല കുനിക്കുവാൻ ശത്രുവിട്ട പദ്ധതി ഇന്ന് പകൽക്കാലം അത് പൊളിഞ്ഞു മാറുകയാ. ശത്രുവിട്ട പദ്ധതികൾ ഇന്ന് പകൽക്കാലം പൊളിഞ്ഞു മാറുകയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ നുകങ്ങളും പൊളിയട്ടെ.
എല്ലാ നൂകങ്ങളും പൊളിയട്ടെ, എല്ലാ പൈശാചിക മണ്ഡലങ്ങളും പൊളിയട്ടെ. ഹല്ലേലൂയ. കഥ പറയാൻ മറഞ്ഞിരിപ്പാൻ സമ്മതിക്കത്തില്ല. ഇനി 4 പേര് കാണത്തക്ക നിലകളിൽ നിന്റെ തലയെ ഉയർത്തും. പിശാചിന് ഇനി പറയാൻ പറ്റുകയില്ല, ആമേൻ സ്തോത്രം, എൻ്റെ സമയമാണെന്ന് പറയാൻ പറ്റുകയില്ല. ആമേൻ. നമ്മൾ സൂര്യൻ്റെ കീഴിലാണെങ്കിൽ പേടിക്കണം. ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രകാശിച്ചില്ലെങ്കിൽ പിന്നെ ഏത് പ്രകാശത്തിലാണ് നമ്മൾ നടക്കുന്നത്? പിന്നെ നമ്മൾ സൂര്യൻ്റെ വെളിച്ചത്തിലാണ് നടക്കുന്നത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ജീവിതത്തിൽ ഒരു ഭയങ്കര ചേഞ്ച് നടക്കാൻ പോവാം. നമ്മൾ SUN സണ്ണിൻ്റെ കീഴിൽ നിന്ന് SO സണ്ണിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാം. നമ്മൾ പുത്രത്വത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോകുക. ഈ വെളിച്ചത്തിലേക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പോകുക. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കാൻ പോകുക. ദൈവത്തിൻ്റെ വെളിച്ച സാധ്യതകളില്ലെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ സാധ്യതകൾ വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ ഞാൻ പറയാം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി വ്യക്തിപരമായി ഇതിനകത്ത് സംസാരിക്കും. ദൈവാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ആമേൻ ഉണ്ടാകാൻ പോകുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയാം, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ ആമേൻ സ്തോത്രം നിങ്ങളെ കുരുക്കിയ മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വിടുതൽ വെളിപ്പെടാൻ പോവുക. ഈ വെളിച്ചം കത്തുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് എഴുന്നേക്കും. ചിലതിനെ കുടഞ്ഞു കളയും. ആമേൻ. വെളിച്ചമുള്ളവനെ കുടയാൻ പറ്റുള്ളൂ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലൂസിൻ്റെ ആമേൻ കയ്യിൽ അണലി കടിച്ച് തൂങ്ങി. ആമേൻ സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ പറയുമ്പോൾ. ആമേൻ. എന്തെന്നറിയോ? ആമേൻ മെലിത്ത എന്ന ദ്വീപിലേക്ക് പൗലൂസും കൂട്ടരും ചെല്ലുമ്പോൾ അവിടെ ബർബരന്മാർ അവിടെ തീ കൂട്ടിയിട്ട് അവരെ സ്വീകരിച്ചു. എന്താ പറഞ്ഞ? തീ കൂട്ടിയിട്ട് ഇവർ ദിവസങ്ങളായി കപ്പൽ തകർന്ന് കടൽ വെള്ളത്തിൽ കിടന്ന് തണുത്ത് വിറച്ച് അവരാകെ ഭാരപ്പെട്ട് വരിക. ഇവർക്കിപ്പം തീ വേണം, ചൂട് വേണം. ബർബരന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ഹലോ, ബർബരന്മാർ എന്ത് ചെയ്തെന്നറിയോ? തീ കൂട്ടിയിട്ടിട്ട് ഇവരെ വിളിച്ചു വന്ന് തീ കായാൻ പറഞ്ഞു. തീ എല്ലാവരും ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും വന്ന് സ്തോത്രം ഈ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലൂസ് പറഞ്ഞു, ഹല്ലേലൂയ. പൗലൂസ് അങ്ങോട്ട് എന്നിട്ട് കുറച്ച് വിറക് പറക്കി. സ്തോത്രം. ഞാൻ ചോദിച്ചു, പൗലൂസ് എന്തിനാ നീ വിറവ് പറക്കിയ? തീ എന്തായാലും കത്തിച്ചിട്ടിരിക്കുകയല്ലേ, നിനക്ക് തീയിടേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. നീ തീയിടേണ്ട കാര്യമില്ല, കാരണം തീ ഓൾറെഡി ഇവിടെ കത്തിക്കൊണ്ട് നീ തീ കാഞ്ഞാൽ മതി. പൗലൂസിന് ഒരു കാര്യം പറയാനുണ്ട്. പൗലൂസ് പറയും, ബർബരന്മാരിട്ട തീക്കകത്ത് സ്തോത്രം ഈ പട്ടണത്തെ വാഴുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ കത്തിക്കണമെങ്കിൽ ബർബരനിട്ട തീക്കകത്ത് കത്തത്തില്ല, പക്ഷെ അതിന് ഞാനൊരു തീയിടും. ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ തീക്കകത്ത് കത്തയല്ല, പക്ഷെ പൗലൂസ് പറഞ്ഞു ഞാനൊരു തീയിടാൻ പോവുക. അവൻ കുറച്ച് വിറവ് പറക്കി. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിന്നിലൊരു തീ കത്താൻ തുടങ്ങിയാൽ നാളുകൾ കൊണ്ട് ആ ദേശത്ത് മറഞ്ഞിരുന്ന് നീതിദേവി എന്ന ആ ശക്തി വെളിപ്പെട്ടു വന്നു. നിന്നിലെ തീ കത്തിയാൽ ചിലതൊക്കെ പുറത്തു വരും. ഇന്നലകളിൽ മറഞ്ഞു കിടന്ന ചില ശക്തികൾ, ഇന്നലകളിൽ മറഞ്ഞു നിന്നിട്ട് ജീവിതത്തെ ദണ്ഡിപ്പിച്ച ചില ശക്തികൾ ഇന്ന് പകൽക്കാലം അത് പുറത്തു വരും. എപ്പോഴാണ് അത് പുറത്തു വരുന്നത്? ബർബരന്റെ തീക്കകത്ത് ഇത് കത്തുകയില്ല, അതിന് അഭിഷിക്തനിടുന്ന തീ വേണം. ദൈവകുഞ്ഞാൻ നിന്നിലൊരു തീയുണ്ട്. ഈ തീ കത്തിയാൽ ഇന്നലകളിൽ ദേശങ്ങളെ വാണശക്തികൾ, നിന്റെ കുടുംബത്തെ വാണ ചില ശക്തികൾ ഇന്ന് പകൽക്കാലം ഇതിനെ കുടയാം. ഇന്ന് പകൽക്കാലം ആ തീക്കകത്ത് വീഴട്ടെ, ആ തീക്കകത്ത് വീഴട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവൻ പൗലോസ് തീയിട്ടിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഇത് കടിച്ചു തൂങ്ങിയപ്പോൾ വെളിച്ചമുള്ളവൻ അറിയാം ഇത് എന്ത് ചെയ്യണമെന്ന്. അവൻ ഒരു ബഹളം ഉണ്ടാക്കിയില്ല. സത്യം പറഞ്ഞ വെളിച്ചം ഇല്ലാതിരുന്നെങ്കിലോ ഈ അണലിയെ തൂക്കിപ്പിടിച്ച എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും പോയി എന്നെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. മെലിത്തയിൽ ചെന്നപ്പോൾ ഒരു അണലി എൻ്റെ കയ്യിൽ കടിച്ചു തൂങ്ങി, ഇതുവരെ വിട്ടിട്ടില്ല. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വെളിച്ചം കത്തിയവന് ഹല്ലേലൂയ അവൻ ഇത് കൊണ്ടു നടക്കുകയില്ല. വെളിച്ചമില്ലെങ്കിൽ ഇത് എല്ലാ ആഴ്ച ഇതും കൊണ്ടാണ് വരുന്നത്. എല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ട്
ആമേൻ. ഇതെല്ലാം കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യും? ആമേൻ. എത്ര ആഴ്ച കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുക. കർത്താവ് പറഞ്ഞു, നിന്റെ ചിന്താകുലങ്ങളെ ഇട്ടുകൊടുക്കുകയല്ല. ഇത് വെളിച്ചം വന്നാലേ ഇത് ഇടാൻ പറ്റൂ. തീ കത്തിയാലേ ഇത് എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് അവൻ വെളിച്ചം അകത്ത് വന്നവനറിയാം. ഈ പട്ടണത്തിനകത്ത് അവൻ ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ഏതെല്ലാം ശക്തികൾ കടിച്ചു തൂങ്ങിയാലും ഞാനൊന്ന് കുടഞ്ഞാൽ മതി. ആരാധന വെളിപ്പെടുമ്പോൾ കൈപൊട്ടി ഇരിക്കുകയല്ല, വെളിച്ചം കിട്ടിയവൻ പറയും കുടയും, വെളിച്ചം കിട്ടിയവൻ കാലമടിച്ചിട്ട് ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് ചിലതിനെ കുടഞ്ഞു കളയും. ഇന്ന് പകൽക്കാലം ചിലത് നിന്റെ കയ്യിൽ തൂങ്ങിക്കിടന്നിട്ട് നാളുകൾ കൊണ്ട് നിന്റെ തലയെ കുലിക്കുന്ന ചില വിഷയത്തെ ഇന്ന് പകൽക്കാലം നീ അതിനെ കുടഞ്ഞു കളക. ഇന്ന് പകല് തമ്പുരാൻ നിന്റെ മേലൊരു തീയിടുന്നു. ദൈവം നിന്റെ മേലൊരു തീയിടുന്നു. ദൈവം നിന്റെ മേലൊരു തീയിടുന്നു. ഇന്ന് പകൽക്കാലം ചിലതൊക്കെ തീക്കകത്ത് ഇന്ന് പകൽക്കാലം വെന്തുവാകും. തീയുള്ളവനോട് പറയണ്ട, ആമേൻ. വെളിച്ചമുള്ളവനോട് പറയണ്ട, അവനോട് കൈയടിക്കാൻ പറയണ്ട. ദൂത് വരുമ്പോൾ എഴുന്നേറ്റൊന്ന് പ്രാപിക്കാൻ പറയണ്ട. എന്തെന്നറിയാമോ? അവനറിയാം, ഇത് എനിക്ക് വന്നതാ, ഇതെന്റെ കുടുംബത്തിനകത്ത് വന്നതാ, ഇതെന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നതാ. ഇത് ആരും പറയണ്ട. ദൂതകത്തു കയറുന്നവൻ എഴുന്നേറ്റു നിന്ന് ഇന്ന് പകൽക്കാലം അതിനെ പിടിക്കും. ആമേൻ. ചിലർ എഴുന്നേറ്റു നിന്ന് ചിലതിനെ കുടയും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തെ ദൈവകുഞ്ഞ നീ കുടഞ്ഞുകള. ഇനി ആ ഉപദ്രവം, ഇനി ആ രോഗം, ഇനി ആ ശക്തി, ഇനി ആ ആമേൻ ബാധ നിന്നെ പിന്തുടരത്തില്ല. ഇത് നിന്നെ തൊടുകയില്ല, ഇത് നിന്നെ തൊടുകയില്ല, ഇത് നിന്നെ തൊടുകയില്ല. ഇന്ന് പകലിൽ പിശാചിന്റെ സമയമല്ല. ഇന്ന് പകലിൽ നീ പരിധിയില്ലാത്ത ആ വെളിച്ചത്തിൽ കയറിക്കോ. ഇന്ന് പകല് നീ കുടയും. ഇന്ന് പകല് നിന്നിലൊരു തീ കത്തുന്നു, നിന്നിലൊരു തീ കത്തുന്നു. അവൻ ലോകത്തിന് അണയ്ക്കാൻ പറ്റാത്ത തീ. ഓ കത്തട 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 കത്തട. ഇന്ന് പകലിൽ ആ തീ കത്തട, ആ തീ കത്തട. ഇന്ന് പകൽ ലോകത്തിന് അണയ്ക്കാൻ കഴിയാത്ത, പിശാചിന് അണയ്ക്കാൻ കഴിയാത്ത, പ്രതികൂലത്തിന് അണയ്ക്കാൻ കഴിയാത്ത ചില വാക്കുകൾ കേൾക്കുമ്പോൾ നിന്റെ തീ കെട്ടുപോകാറുണ്ട്. ഇന്ന് പകൽ പറ, ഈ തീ കെടുത്താൻ കഴിയത്തില്ല. ഇത് നിന്റെ സമയമാ. 2024 ഫെബ്രുവരി മാസം ഇത് നിന്റെ സമയമാ. പിശാച് നിന്റെ സമയം കഴിഞ്ഞുപോയി, കഴിഞ്ഞുപോയി, കഴിഞ്ഞുപോയി. കഴിഞ്ഞ ഡെലിവറി നിന്റെ സമയം കഴിഞ്ഞുപോയി. 2024 ഫെബ്രുവരി മാസം. ആമേൻ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വഴി, ഇത് ദൈവത്തിന്റെ സമയം, ഇത് ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് പകൽ നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല, നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. ഓ ആ വെളിച്ചം, 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 ആ വെളിച്ചം ഇന്ന് പകൽ നിന്നെ മേൽ പ്രകാശിക്കുന്നു, പ്രകാശിക്കുന്നു. ആമേൻ. ചില നന്മകള് പിശാച് മറച്ചു വെച്ചത്, ചില ആമേൻ വിലപ്പെട്ടതിന് നിന്റെ ജീവിതത്തിനകത്ത് ചില വിലപ്പെട്ടതിന് പിശാച് മൂടി വെച്ചെങ്കിൽ ഇന്ന് പകൽ നിന്റെ കണ്ണത് കാണും, നിന്റെ കണ്ണത് കാണും. നഷ്ടപ്പെട്ടത് ഇന്ന് പകൽ നിനക്കത് മടങ്ങി വരും. ഓ ഇന്ന് പകൽ പരിശുദ്ധാത്മാവനോട് പറയുന്നു, നഷ്ടപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് പിശാച് മറച്ചു വെച്ചത് ഇന്ന് പകൽ അത് വെളിപ്പെട്ടു വരും, അത് വെളിപ്പെട്ടു വരും, അത് വെളിപ്പെട്ടു വരും. ഇന്ന് പകല് ചില ജീവിതങ്ങളുടെ ചിലത് വെളിപ്പെട്ടു വരികയാ. ഇന്നലകളിൽ അവൻ മറച്ചു വെച്ചു. ആമേൻ. നിന്റെ കാമേൻ നിന്നെ ഇരുട്ടിലാക്കി കളഞ്ഞു. പക്ഷേ ഇന്ന് പകൽ അവന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം നിന്റെ വെളിച്ചം പ്രകാശിക്കുന്നു. വിട്ടുകൊടുക്കൽ, വിട്ടുകൊടുക്കൽ. ഇന്ന് പകല് പ്രാപിച്ചോ. നാമെ നിനക്ക് നഷ്ടപ്പെടുത്തി വെച്ചത് ചില നന്മകളൊന്നും നിന്റെ ജീവിതത്തിൽ വരാതെ വണ്ണം അവൻ മറച്ചു വെച്ചത് ഇന്ന് പകൽ അവൻ വിട്ടുപോകിയ. ഇനി നിൽക്കാൻ പറ്റുകയില്ല. അവന്റെ വലയുടെ കണ്ണിയെ ദൂതൻ ഇറങ്ങി വെട്ടുന്നു. ഓ ദൂതൻ ഇറങ്ങി വെട്ടുന്നു. നിന്റെ ജീവിതത്തിൽ പ്രയോജനകരമായത്, വിലപ്പെട്ടത് അവൻ മറച്ചവന്റെ വലക്കകത്ത് വെച്ചിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൂതന്മാർ ഇറങ്ങുന്നത് എനിക്കറിയാം. ദൂതന്മാർ ഇറങ്ങുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. ചില വലയുടെ കണ്ണികള് ആമേൻ ദൈവത്തിന്റെ ദൂതന്മാർ പൊട്ടിക്കുന്നു. നിന്റെ കയ്യിൽ ആ നന്മ മടങ്ങി വരും.
ആ നന്മ മടങ്ങി വരും. ഇന്ന് പകല് പ്രാപിച്ചോതാ, ഇന്ന് പകല് പ്രാപിച്ചോതാ, ഇന്ന് പകല് ചിലത് മടങ്ങി വരും. ആമേൻ. ആച്ചാ ഇന്ന് പകല് ചിലത് മടങ്ങി വരും കേട്ടോ. ആമേൻ. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയത് ഇന്ന് പകല് ചിലത് മടങ്ങി വരും. പ്രാപിച്ചോതാ, ചിലത് മടങ്ങി വരും. നഷ്ടപ്പെട്ടത് ചിലത് മടങ്ങി വരും. ചിലത് മടങ്ങി വരും. ഓ, ചിലത് മടങ്ങി വരും കേട്ടോ. ചിലത് മടങ്ങി വരും ഇന്ന് പകൽ. യെസ്, ഇന്ന് പകൽ ചിലത് മടങ്ങി വരും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചിലതിനെ ദൈവം മടക്കി തരും. ചിലത് മടക്കി തരും, ചിലത് മടക്കി തരും, ചിലത് മടക്കി വരും, ചിലത് മടങ്ങി വരുന്നത് എനിക്കറിയാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പിശാചിന്റെ സമയമല്ല, അവ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ 2024 അവൻ നിന്നെ ദണ്ഡിപ്പിക്കുവാൻ, ആമേൻ, നിന്നെ തകർക്കുവാൻ, നിന്റെ നന്മകളെ അപകരിക്കുവാൻ, നിന്റെ ഭവനത്തെ അപകരിക്കുവാൻ, ആമേൻ, 2024 പിശാച് പദ്ധതി ഇട്ടിട്ട് പറയും ഇതെൻ്റെ സമയമാണ്. ഇല്ല, ഇന്ന് പകൽ നമ്മൾ ആമേൻ ആ വെളിച്ചത്തിനകത്ത് കയറാൻ പോവുക. വെളിച്ചത്തിനകത്ത് കയറിയ ടൈമില്ല. പിശാചിന്റെ സമയം പൊളിയും. അവന്റെ അസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഇതിനകത്ത് ചില ആമേൻ ഉറവകളെ ദൈവം തുറക്കുകയാണ്. ചില ഉറവകളെ ഇതിനകത്ത് ദൈവം തുറക്കുകയാണ്. ആമേൻ. സ്തോത്രം. അടഞ്ഞു കിടന്ന ചില വാതിലുകള് ആമേൻ പലപ്പോഴും ദൈവകുഞ്ഞ നീ കരഞ്ഞില്ലേ, നീ പ്രാർത്ഥിച്ചില്ലേ, ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു അടഞ്ഞു കിടന്ന വാതിലുകള് ഞാൻ തുറക്കും. ആമേൻ. സ്തോത്രം. ഞാൻ ചില ഡോറുകളെ ഞാൻ ഓപ്പൺ ആക്കും. ആമേൻ. ചില വാതിലുകളെ നിനക്ക് വേണ്ടി തുറക്കും. ആമേൻ. സ്തോത്രം. നീ ആമേൻ നിന്റെ അകത്താ ജീവന്റെ വെളിച്ചമുള്ളത് കൊണ്ട് നീ ചെല്ലുമ്പോൾ തന്നെ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ആമേൻ അത് തുറക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ വെളിച്ചത്തിനകത്തൊരു സെൻസർ ഉണ്ട്. നീ ചെല്ലുമ്പോൾ തന്നെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ, ആമേൻ, ഏറ്റവും പുറത്തുള്ള ഇരുമ്പ് വാതിലുകൾ ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ തുറന്നു വരുന്നു. ആ കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞ ഇന്ന് പകൽക്കാലം ആ തീ കത്തട. ഇന്ന് പകൽക്കാലം ആമേൻ ചില വാതിലുകൾ ദൈവം തുറക്കുന്നു. ഓ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിനക്ക് വിലപ്പെട്ടത് എവിടെ നഷ്ടപ്പെട്ടു പോയോ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ നിന്നിലെ വിളക്ക് കത്താൻ തുടങ്ങിയാൽ, നീ കത്താൻ തുടങ്ങിയ, നിന്നിലെ പ്രകാശം വെളിപ്പെടാൻ തുടങ്ങിയ ആമേൻ സൂര്യന്റെ കീഴിലുള്ള ഒരു ശക്തിയും ഇന്ന് പകൽക്കാലം ആമേൻ ദൈവകുഞ്ഞ നിന്റെ വീട്ടിനകത്ത് വരത്തില്ല. ആമേൻ. സ്തോത്ര. വചനം പറയുന്നു ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ നിന്നോട് അടുത്ത് വരത്തില്ല. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. എന്താ ഈ വെളിച്ചത്തിനോട് ഒരു ശക്തിക്കും അടുത്തു വരുവാൻ കഴിയത്തില്ല. ആമേൻ. സ്തോത്ര. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും ആമേൻ നിങ്ങൾ ഭവനത്തിൽ പാർക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ശത്രു ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വെളിച്ചം പാർക്കുകയാണ്. ആ വെളിച്ചത്തോട് ഇരുട്ട് അടുത്ത് വരത്തില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ഈ വലിയ അത്യന്ത ശക്തി വചനം പറഞ്ഞു ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഇത് മൺപാത്രങ്ങളിൽ അത്രേ ഇത് പകർന്നിരിക്കുന്നത്. ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന വെളിച്ചം പ്രകാശിക്കട്ടെ. സ്തോത്രം. ഞാൻ ഈ പകൽ പ്രാർത്ഥിക്കാൻ പോവാം. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് പകൽ നിങ്ങൾ സ്വയം പറയണം ഞാനൊരു വെളിച്ചം. എൻ്റെ അകത്തൊരു വെളിച്ചം ഇരിപ്പുണ്ട്. അത് സൂര്യൻ്റെ വെളിച്ചമല്ല, പുത്രൻ്റെ വെളിച്ചം. നിങ്ങൾ ഒരൊറ്റ മനോഭാവത്തിൽ വേണം ഇവിടുന്ന് ആ ഡോറ് തുറന്ന് നിങ്ങൾ പുറത്തിറങ്ങാൻ. ആമേൻ. നിങ്ങൾ പറഞ്ഞു ഞാൻ വെളിച്ചവാ. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. വെളിച്ചമാണ് സഞ്ചരിക്കുന്നത്. വീട്ടിനകത്ത് കയറുന്ന വെളിച്ചം, വാഹനത്തിൽ കയറുന്ന വെളിച്ച. ഞാൻ പറഞ്ഞു ഇന്ന് പകലും നിങ്ങൾ പോകുന്നിടത്ത് ഒരു ഇരുട്ടിന് നിൽക്കാൻ പറ്റുകയില്ല. കാരണം ഈ വെളിച്ചം വന്നാൽ ഇരുട്ടിന് നിൽക്കാൻ പറ്റുകയില്ല. എവിടെയാ പിശാച് നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞേ? എവിടെയാ ഇരുട്ട് കയറിയത്? ആമൻ. നമ്മിലെ വെളിച്ചം നമ്മൾ തിരിച്ചറിയാത്തടത്ത ഇരുട്ട് കയറിയത്. പക്ഷേ ആമൻ ആ സ്ത്രീ വെളിച്ചം കത്തിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് കണ്ടു. ഞാൻ പറഞ്ഞു പകൽക്കാലം നമ്മളെ കണ്ണുകളെ ദൈവം തുറക്കും.
ഞാൻ പറഞ്ഞു, ഒരു പ്രവാചകനും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നമുക്ക് പ്രവചിച്ച് ദൂത് പറയണ്ട. ആമേൻ സ്തോത്രം. ഈ വെളിച്ചം അകത്തിരുന്നാൽ ഈ വെളിച്ചം പറഞ്ഞു, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ആമേൻ സ്തോത്രം, ഈ വെളിച്ചം കത്താത്തവർ ഒരു കാര്യം ചെയ്യണം. നിങ്ങളെ വീട്ടിലൊരു പ്രവാചകനെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ആമേൻ നിങ്ങൾ നടക്കുമ്പോൾ പ്രവാചകനെ കൂടെ കൊണ്ട് നടക്കണം. അവൻ എന്നിട്ട് പറഞ്ഞു ആമേൻ ഹല്ലേലൂയ ആമേൻ. നമ്മൾ അങ്ങനെയാണല്ലോ, കൊച്ചിനൊരു കല്യാണം വന്നാൽ ആമേൻ സ്തോത്രം അത് നടക്കോ ഇല്ലെന്നോ ആമേൻ നമ്മൾ ആരെടുത്ത് ചോദിക്കും? അന്നേരം ഉള്ള ആമേൻ ഫോൺ നമ്പർ എല്ലാം തപ്പിപ്പിടിക്കും. ഒരു പ്രവാചകനെ വിട്ട് പ്രാർത്ഥിച്ച ആമേൻ നിർത്തുവോ? ഇല്ല. ആമേൻ നമ്പർ തീരുന്നേരം എന്ത് ചെയ്യും? ആമേൻ വിളിക്കും. എന്നിട്ട് ഓരോരുത്തരും ഓരോ ആലോചന. ആകെപ്പാടെ നമ്മൾ കുടയും, ഇത് വേണോ വേണ്ടേ, ആകെപ്പാടെ പ്രശ്നം. ആമേൻ. ഇത് ചോദിക്കാതിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ചോദിച്ചാകെപ്പാടെ പ്രശ്നമായി. ഞാൻ പറഞ്ഞു, ഒരാളോട് ചോദിക്കണ്ട, നല്ലൊരു പ്രവാചകനകത്തിരിപ്പുണ്ട്. നല്ലൊരു പ്രവാചകനകത്തിരിക്കുക. ഈ പ്രവാചകനൊന്ന് ആമേൻ ഒന്ന് പ്രകാശിച്ചാൽ മതിയെന്ന് പറയും. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ കാണിച്ചു തരാം. നിന്റെ കുഞ്ഞിൻ്റെ മേലുള്ളത് ഞാൻ ആലോചന പറഞ്ഞു തരാം. ഞാൻ ദർശനം തരാന്ന്. നീ കിടന്നുറങ്ങിക്കും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഈ സമാധാനത്തോടെ കിടക്കുമ്പോൾ വേണ്ടതൊക്കെ അങ്ങ് കാണും, സ്വപ്നം കാണും. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്വപ്നം കാണാൻ പോവാ. സ്വപ്നം കാണാൻ പോവാ. ചക്ക വീഴുന്ന സ്വപ്നമല്ല. സ്തോത്രം ഹല്ലേലൂയ. വാഴയിലെ അനങ്ങുന്ന സ്വപ്നമൊന്നുമല്ല. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണും. നിങ്ങളെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വപ്നം കാണും. സ്തോത്രം. രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു സ്വപ്നം പറയാനായിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ദൈവാത്മാവ് എന്തെങ്കിലും ഒരു ദർശനം കാണിക്കാതിരിക്കത്തില്ല. ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ഒരു ദൈവം അതിൽ കിടന്നുറങ്ങിയാൽ ദർശനം കാണും, വെളിപ്പാടുകൾ കാണും. ഇന്ന് പകൽക്കാലം നമ്മുടെ വിളക്ക് കത്തട്ടെ. സ്തോത്രം കുറഞ്ഞു പോകരുത്, പ്രാർത്ഥന കുറഞ്ഞു. പിശാച് പലതും പറയും. ഞാൻ സ്തോത്രം ഒറ്റ കാര്യം പറയാം. നമ്മൾ ശരിയല്ല വിശ്വസിക്കേണ്ടത്, യാഥാർത്ഥ്യമല്ല വിശ്വസിക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കേണ്ടത് സത്യം വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെല്ലാം പറഞ്ഞു സ്തോത്രം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു കൂട്ടം പേര് പറഞ്ഞു, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. മുമ്പിൽ ചെങ്കടൽ. പുറകിൽ നിന്നവർ പറഞ്ഞു സ്തോത്രം, ഫറവോനും സൈന്യവും. പുറകിൽ നിൽക്കുന്നവർ മുമ്പിലത്തെ ചെങ്കടലും കണ്ടില്ല, മുമ്പിൽ നിൽക്കുന്ന ഫറവോനെയും. സ്തോത്രം. സത്യത്തിൽ അത് ശരിയല്ലേ? മുമ്പിൽ ചെങ്കടലല്ലേ? പക്ഷെ അത് ശരിയാണ്. പക്ഷെ അത് സത്യം എന്താ? സത്യം. അവർ ചെങ്കടൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കിഴക്കൻ കാറ്റ് മറുഭാഗത്ത് നിന്ന് വാതിൽ തുറന്നു വരുന്നു. ഇതാണ് സത്യം. പിശാച് ചില യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, ചില ശരികൾ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ, എല്ലാം തീർന്നു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റിയല്ല, എല്ലാം ഇവിടെ അസ്തമിച്ചു, ഹല്ലേലൂയ, ഇതെല്ലാം പറയുമ്പോൾ ദൈവത്തിനൊരു സത്യം. അതൊന്നുമല്ല സത്യം. ഞാൻ പറഞ്ഞു, മുമ്പിൽ കാണുന്ന വെല്ലുവിളി സത്യമല്ല, അതൊരു ശരിയാ, പക്ഷെ അത് സത്യമല്ല. സത്യം എന്താണെന്നറിയോ? ഇതുവരെ ആരും നടക്കാത്തൊരു വഴി ദൈവം നമുക്ക് വേണ്ടി സ്തോത്രം, നാളുകൾ കൊണ്ട് ഒരു ഹൈവേ വെട്ടി കടലിൽ ഒരു ഹൈവേ ദൈവം ഉണ്ടാക്കിയിട്ട് വെള്ളം കൊണ്ട് മൂടി വെച്ചു. തന്റെ മക്കൾ വന്നപ്പോൾ വെള്ളം മാറ്റി പാത വെളിപ്പെടുത്തി. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, ചില വാതിലുകൾ ചിലത് നിങ്ങളുടെ മുമ്പിൽ മൂടി വെച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാലം എന്നെ ദൈവം അത് ഓപ്പൺ ചെയ്യുന്നു, അത് തുറക്കുന്നു. ഇതുവരെ കാണാത്ത ചില പുതിയ വഴികൾ, പുതിയ പാതകൾ, പുതിയ ഹല്ലേലൂയ അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം തുറന്നു വയ്ക്കുന്നു.